ഹായ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട്ടിൽ ഇത് മുന്തിരിങ്ങ വേവിച്ചത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇളമ്പക്ക ഇല്ലേ, ഇളമ്പക്ക വറവാക്കുന്നതാണ്. ഞാൻ വന്നിട്ട് ഒരു അരമണിക്കൂറായതേ ഉള്ളൂ. ഇത് കല്ലുമ്മക്കായി അല്ലേ ഇതിനെ പറയുന്നത്, കല്ലുമ്മക്കായി. അത് വേവിച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് പിന്നെ നീരുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം അരട്ടിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കൊത്തമ്പാരിപ്പൊടി ഇതെല്ലാം ഇട്ട് ഇത് അല്ല വൃത്തിയാക്കിയതിട്ട് എന്നിട്ട് തേങ്ങയും വെളുത്തുള്ളി ചേരിയിട്ട് ഇറച്ചി മസാല ഇട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ വന്നതേ ഉള്ളൂ. കുറച്ചെല്ലാം വൃത്തിയാക്കാനുണ്ട്. കുറച്ചെല്ലാം മോന് വൃത്തിയാക്കിനി. പിന്നെ എൻ്റെ മോളെ ഇവിടെ കാണുന്നില്ല. നേരത്തെ ഉണ്ടായിന്. ഒരുപാട് ജോലിയുണ്ട്. ഞാൻ അന്ന് വാങ്ങിയെന്നറിഞ്ഞിട്ടേ. ഞാൻ അന്ന് വാങ്ങിയത് ഇതാണ്. ഇത് പിന്നെ സെറ്റോടുള്ള ഇത് കെട്ടില് ഇതാണുള്ളത്. അന്ന് വാങ്ങിയത്. പിന്നെ ഈടെ ഇതെല്ലാം വെക്കാനുണ്ട്. പിന്നെന്ത്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്കെല്ലാം ഇവിടെ എല്ലാവർക്കും ആരെ കണ്ടിട്ടോ? ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ആരെ കണ്ടിട്ടോ കാണണം അത്ര. ഇവിടെ വന്നതിൻ്റെ സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ കാസർഗോഡ് ഇറങ്ങിയിട്ടാകുമ്പോൾ മരുമോളെ കണ്ടിന്. അവൾ ജോലി കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റിയിട്ട. പെട്ടെന്ന് പിന്നെ ബസ് വന്ന് അങ്ങനെ അവൾ പോയി. പുത്തികയിലാണ്, പുത്തിക പഞ്ചായത്തിൻ്റെ അടുത്താണെന്നല്ല വീട്. അപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് അവൾ നിൽക്കാത്തത്. അവൾക്ക് ജോലിയുണ്ട്. കുഞ്ഞിനെ വേടെ ബദിയെടുക്കാൻ അടുത്തില്ല, സ്കൂളിലാണ് ചേർത്തത്. അപ്പോൾ പിന്നെ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അവർ ഫോട്ടോ അയച്ചത് പെണ്ണിന് 1.5 വർഷം കഴിഞ്ഞിട്ടേ കൊടുക്കുന്നുള്ളൂ. അതാദ്യമേ പറഞ്ഞുകൂടെയായിരുന്നു. അവർ പറഞ്ഞിട്ടാ ബ്രോക്കർ. അപ്പോൾ തന്ന ഫോട്ടോ അല്ല, ഇത് വേറൊരു ഫോട്ടോ അയക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ പോലും, എന്ത് വിശ്വസിച്ചിട്ട് പോലും അങ്ങനെ പോകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തെവിടെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ അതിൻ്റെ ഭയങ്കര വിഷമം. ഇതെൻ്റെ മോള് വരുന്നുണ്ട്. നമ്മളെ ഇത് നിന്നെ കാണാൻ വേണ്ടിയിട്ട്, നിന്നെ കാണണ്ടേ? നിന്നെ കാണാൻ കുറേ ആളുണ്ട്. ഒക്കെ ഇതെല്ലാം കെട്ടിന്. ഒക്കെ മാലയെല്ലാം ഉണ്ട്. മാലയെല്ലാം കെട്ടി കൊടുത്ത് മാല കൊടുത്തു. മാല കാണിച്ചവരോട് ഹായ് എന്ന് പറഞ്ഞു. ഹായ് ഹായ് എന്ന് പറ, ഹായ് എന്ന് പറ, ഹായ് എന്ന് പറ. പാവാന്ന്. അവിടെ റോഡിൻ്റെ കരയിൽ റോഡിൻ്റെ അപ്പുറത്തെ റോഡിലെല്ലാം പോയിട്ട് വലിയ ആളെ മാതിരി റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് നോക്കില്ല, ഒരട്ടോട്ടം. ഓള് വലിയ ആള്. ഓളെല്ലാവരും വാഹനമെല്ലാം ഓളെ കണ്ടാലും നിർത്തണം. അങ്ങനെ ഒരു കുസലില്ലാതെ ഇങ്ങോട്ടേക്ക് കിടക്കുന്നത്. മോനും ഇതിനൊക്കെ ഇത് മാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സുഗുണൻ്റെ പേര്, സുഗുണൻ ആണ് എന്ന്. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നിനി ബദിയെടുക്കുന്നു. പിന്നെ കുറച്ച് കറി കൊണ്ടുവന്നിനി. പിന്നെ വഴുതിരിങ്ങ വറവെല്ലാം കൊണ്ടുവന്നിനി. അപ്പോൾ ഞാൻ പാലക്കുന്നിലയിൽ വരുമ്പോൾ ഇളമ്പക്ക കണ്ടു. ഇളമ്പക്ക പച്ചയില്ല. അങ്ങനെ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് അത് ഇന്നേ കൂട്ടാൻ പറ്റും എനിക്ക്. നമുക്ക് നാളെ കൂട്ടിക്കൂടാ, കനങ്ങനിപ്പല്ലേ. അങ്ങനെ നാളെ മീനൊന്നും കൂട്ടിക്കൂടാ. അപ്പോൾ ഇന്ന് രാത്രി കൂട്ടാം. അങ്ങനെ അത് വേഗം ഉണ്ടാക്കി. മോൻ എന്നോട് കൊണ്ടാക്കിയിട്ട് പോയത്.
കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ ഞാൻ പിന്നെ ജ്യൂസിനെല്ലാം കറുത്ത മുന്തിരിങ്ങയെല്ലാം വേവിച്ച് വെച്ചിന്. അത് തണിയുമ്പോൾ ജ്യൂസ് അടിക്കണം. ഒരു കുപ്പിയിലാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കല്. അപ്പോൾ അത് കുറച്ച് കുറച്ച് കുടിക്കല് അങ്ങനെ. നിങ്ങളെങ്ങനെ ചെയ്യാറുണ്ടോ? പിന്നെ ഇതെന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം. സ്വന്തം വീട്ടിൽ എത്തിയിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു വല്ലാത്ത സന്തോഷമല്ലേ. എനിക്കങ്ങനെ വരാൻ പറ്റുന്നില്ല. പിന്നീട് വയറിങ് എല്ലാം പോയിന്. നാളെയല്ല മറ്റന്നാൾ വയറിങ്ങിൻ്റെ അവരെല്ലാം വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ ബൈ.